നമ്മുടെ റംബൂട്ടാൻ മരം പൂത്തുലഞ്ഞ് കേട്ടോ. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ഒരുപാട് നിറയെ കായ്ച്ചിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുള്ള സൂപ്പർ റംബൂട്ടാൻ പഴങ്ങളായിരുന്നേ. വലയൊന്നും വിരിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറേയൊക്കെ കിളികളൊക്കെ കൊണ്ടുപോയി. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. റംബൂട്ടാൻ പഴത്തിൻ്റെ രുചിയൊക്കെ പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ റംബൂട്ടാൻ പഴത്തിനുണ്ട് കേട്ടോ. ഇതിൻ്റെ പഴമായാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കുട്ടികൾക്ക് പഴങ്ങൾ മുഴുവനായിട്ട് കയ്യിൽ കൊടുക്കാറില്ല. കയ്യിൽ കൊടുത്താൽ പിന്നെ കുരുവോടെ തൊണ്ടയിലാക്കും. അതുകൊണ്ട് കുരു മാറ്റി കളഞ്ഞിട്ട് മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാറുള്ളൂ. പിന്നെ ഇതാണ് ഇതിൻ്റെ പൂക്കൾ കണ്ടോ, ചെറിയ പൂക്കളാണേ. പിന്നെ ഇതിലോട്ട് ചെറിയ തേനീച്ചയൊക്കെ വന്ന് തേൻ കുടിക്കാറുണ്ട്. ഇതൊരു ചെറിയ മരമാണ്, പക്ഷേ ഇതിൽ നിറയെ കായ്ക്കാറുണ്ട്. പിന്നെ നമ്മുടെ ബന്ധുക്കൾക്കും ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട്. എന്തായാലും ഇത് നിറഞ്ഞ് കായ്ച്ച് ഇങ്ങനെ കുലച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇങ്ങനെ പഴുത്ത് കുലകുലയായി നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. നമ്മുടെ മാർക്കറ്റിലൊക്കെ ഇതിന് നല്ല ഡിമാൻഡാണ്. നമ്മുടെ പഴങ്ങളുടെ കൂട്ടത്തിൽ നല്ല മധുരമുള്ള ഒരിനമാണ് റംബൂട്ടാൻ പഴം. പക്ഷേ റംബൂട്ടാന് വേറൊരു കുഴപ്പമുണ്ട്. അതിൽ ആൺ പെൺ വർഗ്ഗമുണ്ട്. ആൺ ജാതിയിൽപ്പെട്ട റംബൂട്ടാൻ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കും, പക്ഷേ അതിൽ ഒരു കായ് പോലും ഉണ്ടാവില്ല. പിന്നെ അതിനെ മുറിച്ച് കളയുകയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ കിളികളും അണ്ണാനും ഒക്കെ വന്ന് നിറയും. കുറച്ചൊക്കെ നമുക്ക് കിട്ടും, ബാക്കിയൊക്കെ അവർ കൊണ്ട് വയ്ക്കോളും കേട്ടോ. പിന്നെ വലയിട്ട് മൂടിയാൽ കുഴപ്പമില്ല, കുറേയൊക്കെ കിട്ടും. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വലയൊന്നും ഇട്ട് മൂടിയിട്ടിട്ടായിരുന്നില്ല. അതുകൊണ്ട് പകുതി കൂടുതലും അവർ കൊണ്ടുപോയി പക്ഷികളൊക്കെ. ബാക്കിയുള്ളതൊക്കെ നമുക്കും കിട്ടി. എനിക്കിപ്പോൾ കൃഷിയോടാണ് കൂടുതലും താല്പര്യം. അതുകൊണ്ട് വീട്ടിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നട്ട് വെച്ച് പിടിപ്പിക്കും. ഫ്രൂട്ട്സ് ആയാലും കിഴങ്ങ് വിളകളായാലും മുളകായാലും അടുക്കളയിൽ ചെറിയൊരു രീതിയിൽ നമുക്ക് ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ട് പഴങ്ങളും പച്ചക്കറിയും ഒക്കെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലെ സ്വന്തം അധ്വാനത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിഷമയമില്ലാത്ത വളമൊന്നും ഉപയോഗിക്കാതെ, രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ അടുക്കളയിലെ വളങ്ങൾ മാത്രം വെച്ച് ഉപയോഗിക്കുന്ന, വേസ്റ്റ് വെച്ച് വളങ്ങൾ മാത്രം വെച്ച് ഉപയോഗിക്കുന്ന നമ്മുടെ പച്ചക്കറികളൊക്കെ വളർന്നു വരില്ലേ, അതിൻ്റെ ഒരു ഫലം എടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് വേറെ ഒരിടത്തുനിന്നും കിട്ടത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഒരേ തൈയെങ്കിലും ഒക്കെ വീട്ടിൽ നട്ട് വെച്ച് പിടിപ്പിക്കുക.